ഞാൻ റൂബിൻ റാഫേലി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല അല്ലെ? ഞാന് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം വേറെ ഒന്നല്ല, വളരെ സിമ്പിളാ. നമ്മള് എല്ലാവർക്കും മെഡിക്ലെയിം പോളിസി ഉണ്ടല്ലോ അല്ലെ? എന്തിനാ മെഡിക്ലെയിം പോളിസി എടുക്കണേ? ഇന്നത്തെ ഹോസ്പിറ്റൽ ചെലവ് നമ്മുടെ വരുമാനം കൊണ്ട് നടന്നു പോവില്ല. അതല്ലേ നിങ്ങളൊക്കെ എടുക്കണം? അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുമോ? മെഡിക്ലെയിം പോളിസി എടുക്കുമോ? എന്തെല്ലാം കാര്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? മെഡിക്ലെയിം പോളിസി എല്ലാവരും എടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്നത്തെ ഹോസ്പിറ്റൽ ചെലവ് ഒരിക്കൽ പോലും നമ്മൾ കിട്ടുന്ന വരുമാനം കൊണ്ട് സർവൈവ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? മെഡിക്ലെയിം പോളിസി ആണോ വേണ്ടത്? അസുഖമില്ലാത്തൊരവസ്ഥയാണോ നല്ലത്? ഏതാ നല്ലത്? നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ ആണ് ഇന്നത്തെ വില്ലൻ. പക്ഷെ ആ ജീവിത ശൈലി രോഗങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും മാറില്ല. സാധാരണ ആളുകൾക്കാണ് ഈ ഷുഗർ അടക്കമെല്ലാം തന്നെ, പ്രഷർ, ഷുഗർ തുടങ്ങിയ സംഭവമല്ല, വേരിക്കോസ്, ഫാറ്റി ലിവർ. ഏത് ലേഡിയോട് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ഫാറ്റി ലിവർ ഇല്ലാത്ത ആരും ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജീവിത ശൈലി രോഗങ്ങള് മനുഷ്യനെ പിടിമുറുക്കിയിരിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും എന്താണ് പണ്ടത്തെ ഭക്ഷണ രീതി. പണ്ടുണ്ടായിരുന്ന അടത്താപ്പ് കേട്ടിട്ടുണ്ട്? അടത്താപ്പ് എന്ന് പറഞ്ഞ സാധനം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉരുളൻകിഴങ്ങിന് മുമ്പുണ്ടായ ഒരു രൂപമാണ്. നമ്മുടെ ബ്രിട്ടീഷുകാര് നമ്മുടെ ഇവിടെ വന്നതിന് ശേഷമാണ് അടത്താപ്പ് മാറി ഉരുളൻകിഴങ്ങ് വന്നതെന്ന് പറയണു, എനിക്കറിയില്ല. അതുപോലെ തന്നെ വാഴ വിരിക്കുമ്പോൾ എടുക്കുന്ന ചെറിയ കണ്ണ്, അതിനാണ് മാങ്ങെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടില്. അതൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ ഒത്തിരി സാധനങ്ങള്, ചേമ്പ്, കണ്ടിച്ചേമ്പ്, അത് തേമ്പ്, ഇങ്ങനെ കുറെ സാധനങ്ങള് ഒക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഇതൊക്കെ മാറി. ഇന്ന് ഇറച്ചി മീനും തന്നെയാണ് നമ്മൾ 3 നേരം കഴിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മാറി. അതോടൊപ്പം നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളുടെ എണ്ണവും കൂടി. പണ്ടത്തെക്കാൾ ഉപരി ഇന്ന് ഒത്തിരി അസുഖങ്ങളാ, പുള്ളി തെറ്റാണ്ട് അസുഖങ്ങൾ, പറഞ്ഞാൽ പോലും കേൾക്കാത്ത, നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത അസുഖങ്ങളുടെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മെഡിക്ലെയിം ഇല്ലാതെ പറ്റില്ല. അപ്പൊ നമ്മൾ ഇനി വേണ്ടത് ഒരു തിരിച്ചുപോക്ക്, പഴയ യുഗത്തിലേക്ക് തിരിച്ചു പോകണം ഭക്ഷണ രീതിയിൽ. എന്നാലേ നമുക്ക് തിരിച്ചു വരാൻ പറ്റൂ. അപ്പോ എന്താണ് വേണ്ടത്? ഈ ആധുനിക യുഗത്തില് ചന്ദ്രനിൽ പോലും ടൂർ പോകാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രയും വളർന്ന ഒരു ആധുനിക യുഗത്തില്, അല്ലെങ്കിൽ ഈ ആധുനിക യുദ്ധമുഖങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എത്രത്തോളം ടെക്നോളജി ഡെവലപ്പായി. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളോടെ ഒത്തിരി ഹോസ്പിറ്റലുകളാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അമേരിക്കൻ വൻകിട കമ്പനികള് ഇവിടെ ഒത്തിരി ഹോസ്പിറ്റലുകൾ വിലക്ക് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസുകളൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്നാണ് കടന്നു പോകുന്നത്, നമ്മുടെ ഇവിടത്തെക്കാളും ഉപരി. നിങ്ങൾ നോക്കിയേ, ബേസ് നോക്കണം. അപ്പോ ആധുനിക ആശുപത്രി രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപേശലില്ല. ഇന്ന് സാധാരണക്കാരൻ വരെ പോണേ വലിയ ഹോസ്പിറ്റലിലാണ് പോണേ. അവിടെ ടെക്നോളജി, അത്രയും വലിയ ടെക്നോളജി, ഇത്രയും വലിയ ടെക്നോളജി, ആ ടെക്നോളജിയുടെ പുറകെ പോവാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ആളുകളെല്ലാം ജോലിക്ക് പോകുന്നത് അമേരിക്ക തുടങ്ങിയ എല്ലാ വൻകിട രാജ്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ മെഡിക്കൽ രംഗം, ഹോസ്പിറ്റൽ രംഗത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഈ വിദേശ കമ്പനികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇവിടത്തെ കുത്തൊഴുക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇവിടുത്തെ രോഗികളുടെ എണ്ണം നിങ്ങളൊന്ന് മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് നിങ്ങൾ എല്ലാവരും അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ഇനിയുള്ള ചർച്ചകളില് നമ്മുടെ ഗവൺമെന്റ് തലത്തിലായാലും എവിടെയായാലും നമ്മുടെ ചർച്ചകളിലൊക്കെ ഇതിലേക്ക് കടന്നു വരണം. അതിന് നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളിൽ എങ്ങനെ മാറി നിൽക്കാം, നമ്മൾ അതിന്റെ പരിധി പറയാം. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, തൈറോയ്ഡ്, വേരിക്കോസ് വെയിൻ, ഫാറ്റി ലിവർ, മൈഗ്രെയിൻ, PCOD പ്രോബ്ലംസ്, സ്കിൻ ഡിസീസ്, അലർജികൾ, ഫാറ്റ് ബോൾസ്, പൈൽസ്, ഇതൊക്കെ ജീവിതശൈലി രോഗം, അറ്റാക്ക്, ബ്ലോക്ക് ഒക്കെ. ഇതെല്ലാം ഇതിനൊക്കെ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ എന്ത് വേണം, എങ്ങനെ പോകണം, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ചകളിലേക്ക് കൊണ്ടുവരാം. അതിൽ നിന്ന് എങ്ങനെ സേഫ് ആവാം, ഇതായിരിക്കട്ടെ നിങ്ങളുടെ ചിന്തകളും. മുന്നോട്ടുള്ള പ്രയാണത്തില് ഒരു നല്ല ആരോഗ്യമുള്ള ജനതയെ കെട്ടിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. ഓക്കെ, ശരിയല്ലേ? ഞാൻ പറഞ്ഞില്ല തെറ്റുണ്ടാ? ആ ചേട്ടൻ എന്തോ ഒരു സംശയം വേണ്ട ചേട്ടാ. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് പരിപാടിയാണ്. ഓക്കെ, എനിവേ, താങ്ക് യു.